വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 64ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 ഫെബ്രുവരി മാസം 11-ാം തീയതി നാം ഒന്നിച്ച് കൂടി വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നത് 6ാമത്തെ കാഹളം ഊതിയതിന് ശേഷമായി 7ാമത്തെ കാഹളം ഊതുന്നതിനോടുള്ള ബന്ധത്തിൽ അല്പസമയത്തെ ഇടവേള ഉണ്ടാകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 കാഹളത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാകാവുന്ന രീതിയിൽ അത് ക്രമമായിട്ട് രേഖപ്പെടുത്തിയിട്ട് 7ാമത്തെ കാഹളനാദത്തിൻ്റെ കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് സങ്കീർണമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്നലെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയാക്കുന്നു. അപ്പോൾ 1ാമത്തെ കഷ്ടം കഴിഞ്ഞു, 2ാമത്തത് വേഗം വരുന്നു എന്ന് 1ാമത്തെ കഷ്ടം കഴിഞ്ഞ് 9-ാം അധ്യായം 11-ാം വാക്യം കഴിഞ്ഞ് 12-ാം വാക്യത്തിൽ നേരിട്ട് എഴുതി. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. അതിന് ശേഷമായി 6ാമത്തെ ദൂതൻ ഊതി. ആ 6ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് മനുഷ്യരിൽ 1/3 ഏകദേശം 20 കോടി യുദ്ധപ്പടയ്ക്ക് സമാനമായിരിക്കുന്ന ദൈവത്തിൻ്റെ കുതിരപ്പടകൾ 4 ദൂതന്മാരുടെ നിയന്ത്രണത്തിൽ അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ 1/3 മരിച്ചു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് 6ാമത്തെ കാഹളത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴും മനുഷ്യരിൽ പലരും, ജീവനോടിരിക്കുന്ന പലരും മാനസാന്തരപ്പെടുന്നില്ല, അവരുടെ ക്ഷുദ്രപ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൽ 5 വിധ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന പൂജാവസ്തുക്കളെയാണ് അവർ ആരാധിക്കുന്നതെന്നും ദുർഭൂതങ്ങൾക്ക് അടിമപ്പെട്ട് ആ ദുർഭൂതത്തിൻ്റെ ശക്തികളാണ് അന്ന് ലോക ജനതയെ നിയന്ത്രിക്കുന്നതെന്നും ഇവിടുന്ന് നാം ചിന്തിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ അതിൻ്റെ പ്രധാനത്തിൽ പറയുന്ന 6 വസ്തുക്കളിൽ ഇരുമ്പ് ഈ 5ാമത്തെ വസ്തുക്കളോടൊപ്പം വെളിപ്പാട് പുസ്തകത്തിൽ പറയാതിരിക്കുന്നതിൻ്റെ കാരണം താൻ സ്വയമെന്ന് ദൈവമെന്ന് നടിക്കുന്ന എതിർ ക്രിസ്തു ഭരിക്കുന്നത് ഇരുമ്പ് പോലെ ബലമുള്ള റോമൻ സാമ്രാജ്യത്തെ പിന്തുടർച്ചയിലായതുകൊണ്ടാണ് ഇരുമ്പിനെ കൊണ്ടുള്ള വസ്തുക്കൾ കൊണ്ട് കൈപ്പണിയായിട്ടുള്ള പൂജാവസ്തുക്കൾ ഉണ്ടാക്കാതിരിക്കുന്നത് എന്നുള്ളതും നാം ഇന്നലെ ചിന്തിച്ചിരുന്നു. തുടർന്ന് നാം ചിന്തിക്കുന്നത് ഈ 2ാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് ഉടനെ തന്നെ പറയാതെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 11-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. 2ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3ാമത്തെ കഷ്ടം വേഗം വരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ 11-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് നാം 2 സാക്ഷികളുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ വിഷയമായിട്ട് ഇതിന് ബന്ധമില്ല, എന്നാൽ അത് അവിടെ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിനെ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ അപഗ്രഥിച്ചെടുക്കുന്നത് കൊണ്ടാണ് നമുക്കതിനെ ഒരുമിച്ച് വായിക്കാതെ നാം അതിൻ്റെ വേണ്ട ഭാഗത്ത് തന്നെ യോജിച്ച് പഠിക്കാനിടയാക്കുന്നത്. അപ്പോൾ ഈ 10-ാം അധ്യായവും 11-ാം അധ്യായവും നമ്മൾ പഠിക്കുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ ഭാഗത്തെ അത് പൂർത്തീകരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സങ്കീർണമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ കാര്യങ്ങളെ ഒന്നിനോടൊന്നുള്ള ബന്ധത്തിൽ, സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ നാം അതിന് വേണ്ട രീതിയിൽ അതിനെ ഏകോപിപ്പിച്ച് എടുക്കുന്നത് കൊണ്ടാണ് നമുക്കതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി ലഭിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 11 മുതലുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. 2 സാക്ഷികളുടെ ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ 10-ാം അധ്യായമാണ് ഈ 6ാമത്തെ കാഹളത്തിനും 7ാമത്തെ കാഹളത്തിനും ഇടയിലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 9-ാം അധ്യായം 21-ാമത്തെ വാക്കുകൾ വായിച്ചിട്ട് അവിടെ 2ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3ാമത്തെ കഷ്ടം പിന്നാലെ വരുന്നു എന്ന് രേഖപ്പെടുത്താമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്
11-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. അതിനു മുമ്പായി 10-ാം അധ്യായം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്ന 7-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന കാലത്തെ കുറിച്ചുള്ള വലിയ ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഒരു സമയ ഇടവേള ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക ഇത് തുടർമാനമായി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആത്മവിവശതയിൽ 2-ാമത്തെ ആത്മവിവശതയിൽ യോഹന്നാൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മവിവശതയുടെ കാര്യങ്ങളാണ് ഈ 6-ാമത്തെ കാഹളം വരെയുള്ള സമയത്ത് മനസ്സിലാക്കിയെടുക്കുന്നത്. യോഹന്നാനുണ്ടായ ആത്മവിവശതയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി എന്ന് ആവർത്തിച്ച് പഠിക്കുന്നത് അത് ആത്മവിവശതയിൽ യോഹന്നാനാകുമ്പോൾ ഉണ്ടാകുന്ന 4 ആത്മവിവശതകൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. പക്ഷേ അത് മറന്നുപോയെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളോട് പെട്ടെന്ന് 4 ആത്മവിവശത ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വേഗത്തിൽ ആരും പറയത്തില്ല. കാരണം നമുക്ക് അത്രമാത്രം ഇതുമായിട്ടുള്ള ബന്ധം ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറയാൻ കഴിയത്തില്ല. എന്നാൽ 10 ദിവസത്തിൽ പത്മോസിൽ മഹത്വപൂർണ്ണനായ യേശു പ്രത്യക്ഷമുണ്ടായ 1-ാമത്തെ ആത്മവിവശതയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 4-ാം അധ്യായം 1 വരെയുള്ള ഭാഗങ്ങളിൽ നാം ചിന്തിച്ചത്. മേലാൽ സംഭവിക്കാനുള്ളതിൻ്റെ ദർശനത്തിനായി സ്വർഗീയവാതിലെ വാതിൽ തുറക്കപ്പെട്ടുകൊണ്ടായ 2-ാമത്തെ ആത്മവിവശതയെക്കുറിച്ചാണ് വെളിപ്പാട് 4-ാം അധ്യായം 2 മുതൽ 17-ാം അധ്യായം 2 വരെയുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ 2-ാമത്തെ ആത്മവിവശതയിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഇത് നിവൃത്തീകരിക്കപ്പെടുന്നത്. അതിൻ്റെ 1-ാമത്തെ ഘട്ടം സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് യോഹന്നാൻ ആത്മവിവശതയിൽ മേലാൽ എവിടെ കയറി വരിക, മേലാൽ സംഭവം കാണിപ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആത്മവിവശതയിലേക്ക് കൊണ്ടുപോയി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ആ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന യോഹന്നാൻ ആ ആത്മമണ്ഡലത്തിൽ നിന്ന് ഭൗമിക മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമായി മരുഭൂമിയിൽ വെച്ചുണ്ടാകുന്ന ന്യായവിധി. അപ്പോൾ ഈ 2-ാമത്തെ ആത്മവിവശതയിൽ സ്വർഗീയ വാതിൽ തുറന്ന് കാണുന്ന മേലാൽ സംഭവിപ്പാன കാര്യങ്ങളുടെ ബന്ധത്തിൽ 2 മണ്ഡലങ്ങളിലാണ് നടക്കുന്നത്. ഒന്ന് സ്വർഗീയ മണ്ഡലത്തോടുള്ള ബന്ധത്തിൽ അത് കണ്ടതിന് ശേഷമായി ഈ 6-ാമത്തെ കാഹളം ഊതിയ ശേഷമായി 7-ാമത്തെ കാഹളം മുതലുള്ള കാര്യങ്ങൾ യോഹന്നാൻ ദർശിക്കുന്നത് ഭൗമിക മണ്ഡലത്തിൽ നിന്നുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിലാണ്. അതിനുശേഷമായിട്ടുള്ള 3-ാമത്തെ ആത്മവിവശത മർമ്മമേറിയ ബാബിലോണിനെക്കുറിച്ചും മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കാണുന്നതിനെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 3 മുതൽ 21-ാം അധ്യായം 9 വരെയാണ്. കുഞ്ഞാണ്ട് കാന്തയാകുന്ന മണവാട്ടിയെ കാണിപ്പാൻ വന്മലയിൽ കൊണ്ടുപോയി പോയപ്പോൾ അവനുണ്ടായ 4-ാമത്തെ ആത്മവിവശതയാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഈ 4 ആത്മവിവശതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകമായിരിക്കുന്ന ചില സ്ഥലങ്ങളോടുള്ള ബന്ധത്തിലാണ് ആത്മവിവശതയോട്. 1-ാമത്തത് പത്മോസിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ 2-ാമത്തത് സ്വർഗീയ മണ്ഡലത്തോടുള്ള ബന്ധത്തിൽ ആണ് അതിൻ്റെ 1-ാം ഭാഗമെങ്കിൽ 2-ാം ഭാഗം ഭൗമിക മണ്ഡലത്തോടുള്ള ബന്ധത്തിലാണ്. 3-ാം അതിൻ്റെ അർത്ഥം സ്വർഗത്തിലേക്ക് ആത്മവിവശത എടുക്കപ്പെട്ട ശേഷം ഒന്ന് ആദ്യം പത്മോസിൽ വെച്ച് യോഹന്നാൻ ഉണ്ടാകുന്ന ആത്മവിവശത, 2 അവനെ സ്വർഗീയ മണ്ഡലത്തിലേക്ക് ഉയർത്തിയിട്ട് അവൻ കാണുന്ന ആത്മീയ വിവശത, കാണുന്ന സ്വർഗീയ ദർശനങ്ങൾ രേഖപ്പെടുത്തി. അവിടുന്ന് ഭൂമിയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 3-ാമത്തെ ആത്മവിവശതയിൽ അത് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കാണുന്ന, അപ്പം മരുഭൂമിയിൽ വെച്ചാണ് അവനത് കാണുന്നത്. 4-ാമത്തെ ആത്മവിവശത വന്മലയിൽ കൊണ്ടുപോയി കാണിക്കുന്ന ആത്മവിവശതയാണ്. അപ്പോൾ ഈ 4 ആത്മവിവശതകളിലും നമുക്ക് കാണാൻ പത്മോസിൽ വെച്ച്, സ്വർഗത്തിൻ്റെ വാതിൽ സ്വർഗീയ മണ്ഡലത്തിൽ വെച്ച്, 3 ഭൗമിക മണ്ഡലത്തിൽ വെച്ച്, 4 മരുഭൂമിയിൽ വെച്ച്, 5 വന്മലയിൽ വെച്ച്, ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ സ്വർഗീയ ദർശനങ്ങൾ മുഴുവനും യോഹന്നാൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ സന്ദർഭം ഇപ്പോൾ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള, ഭൂമിയിലേക്ക് വന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ഇടവേളയായിട്ട് 6-ാം കാഹളത്തിനും 7-ാം കാഹളത്തിനും ഇടയിൽ അല്പസമയം നിൽക്കുന്നത് എന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതിൽ മറിഞ്ഞിരിക്കുന്ന വലിയ മർമ്മങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ രേഖപ്പെടുത്താതെ അതിൻ്റെ ഒരു വ്യക്തതയ്ക്കായിട്ട്
ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് ചില കാര്യങ്ങൾ സംസാരിച്ച് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നിവൃത്തിയിരിക്കപ്പെടുന്നതിനെക്കുറിച്ച് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇതിൽ 2 വലിയ മർമ്മങ്ങളാണ് ഒന്ന് 7 ഇടിനാദവും 7-ാമത്തെ കാഹളവുമാകുന്നു. അപ്പോൾ 10-ാം അധ്യായത്തിൽ പ്രസക്തമായിരിക്കുന്ന ആമുഖമായിരിക്കും പ്രസ്താവിച്ചിരിക്കുന്നത് 10-ാം അധ്യായത്തിൽ ദൂതൻ ഇറങ്ങിയെന്ന് പറയുന്നത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് പറഞ്ഞിരിക്കുന്ന 7 ഇടിനാദവും 7-ാമത്തെ കാഹളവുമാകുന്നു. അപ്പം അത് എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ 7-ാമത്തെ 7 ഇടിനാദം എന്തിനെ കാണിക്കുന്നു, അതുപോലെ തന്നെ 7-ാമത്തെ കാലത്തെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എഴുതാതെ മുദ്രയിട്ടേക്കുവാൻ കൽപ്പന ലഭിക്കുന്ന 7 ഇടിനാദത്തെക്കുറിച്ചുള്ള മർമ്മം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഈ 11-ാം അധ്യായത്തിൽ ദൂതൻ സംസാരിക്കുന്ന ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള സംഭവങ്ങൾ നടക്കുന്നത് 7 ഇടിനാദത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളും 7 കാഹളത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7-ാമത്തെ കാഹളം 3-ാമത്തെ കഷ്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2-ാമത്തെ കഷ്ടം കഴിഞ്ഞെങ്കിൽ അതിനോട് തുടർന്ന് നടക്കേണ്ടുന്നത് 3-ാമത്തെ കഷ്ടമാകുന്നു. അപ്പോൾ നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ 2-ാമത്തെ കഷ്ടം കഴിഞ്ഞാൽ പിന്നീട് ഉടനെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് 3-ാമത്തെ കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3-ാമത്തെ കഷ്ടം എന്താകുന്നു എന്നുള്ളത് പ്രാരംഭത്തിൽ നാം വെളിപ്പെടുത്തിയെടുക്കണം. എന്നാൽ അതിനു മുമ്പായി അതിന് വരുന്ന മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചയച്ചിരിക്കുന്ന ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചും യോഹന്നാൻ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ചുമുള്ള ഭാഗങ്ങളാണ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 7-ാമത്തെ കാഹളം എന്നുള്ളത് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് 3-ാമത്തെ കഷ്ടതയോടുള്ള ബന്ധത്തിലാണ്. അതാണ് തുടർന്ന് സംഭവിക്കേണ്ടത്. എന്നാൽ അതിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ 3-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് യോഹന്നാൻ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങി വരണം. അപ്പോൾ ഇനി കാണുന്നത് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നുള്ള ദർശനമല്ല അവൻ കാണുന്നത്. അതുവരെ കണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവരെ അവൻ കണ്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് അവൻ കണ്ടത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചെടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് അവൻ കണ്ടത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലിനെക്കുറിച്ച് അവൻ രേഖപ്പെടുത്തുവാടെ തീർന്നു. സഭയുടെ ഉൾപ്രാവണാനന്തര സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അവൻ കണ്ട സംഭവങ്ങൾ രേഖപ്പെടുത്തി. സാത്താനിക മഹോത്തരവുമാകുന്ന 3.5 വർഷവും 2 സാക്ഷികളുടെ 3 വർഷ ശുശ്രൂഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് അവൻ കണ്ട് രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇതിനു ശേഷമായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൻ്റെ 7 മുദ്രകളിൽ കുഞ്ഞാട് 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവരുടെ ഭരണാരംഭത്തെക്കുറിച്ചും 2 സാക്ഷിയുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ചും അവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ 7 വരെയുള്ള മുദ്രകൾ പൊട്ടിയ സന്ദർഭത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. 1-ാം കാഹളം മുതൽ 6 കാഹളം ഊതുന്നവരെയുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് യോഹന്നാൻ സ്വർഗീയ ആത്മവിശുദ്ധയുള്ള ബന്ധത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന കാര്യങ്ങൾ കണ്ടത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന 7-ാം കാഹളം 3-ാമത്തെ കഷ്ടമാകുന്നുവെന്നും അത് 7 ക്രോധകലശങ്ങളാകുന്നു എന്നുള്ളതുമാണ് നാം അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ 7 മുദ്ര കഴിഞ്ഞാൽ 7 കാഹളം, 7 കാഹളം കഴിഞ്ഞാൽ 7 ക്രോധകലശങ്ങൾ. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ ക്രോധകലശമാണ് 3-ാമത്തെ കഷ്ടമെന്ന് എങ്ങനെ നാം പഠിപ്പിക്കും, അല്ലെങ്കിൽ എങ്ങനെ നാം വ്യാഖ്യാനിക്കും എന്നുള്ള ചോദ്യം ഉയരാം. ഏത് അടിസ്ഥാനത്തിലാണ് 7-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ 3-ാമത്തെ കഷ്ടം 7 ക്രോധകലശമാണെന്ന് നാം എങ്ങനെ പഠിപ്പിക്കും എന്നൊരു ചോദ്യം ഇവിടെ ഉയരാം. ആ ചോദ്യത്തിനുള്ള മറുപടി നാം പ്രാരംഭത്തിൽ കണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നാം പഠിക്കുന്നത് കൊണ്ടുള്ള സംശയം നമുക്ക് മാറത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണരീതിയിൽ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ 1-ാമത്തെ കഷ്ടത്തെക്കുറിച്ച് അറിയാം, അത് എന്താണെന്നുള്ളത് ആർക്കും വായിച്ച് മനസ്സിലാകാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1-ാമത്തെ കഷ്ട സമയത്ത്
നമ്മൾ പഠിച്ചത് മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊന്നുകളയുന്നതിനെക്കുറിച്ച് നാം ചിന്തിപ്പാനിടയായിരുന്നു. അപ്പോൾ അത് ഒന്നാമത്തെ കഷ്ടമാണ്. അതിനുശേഷമായി അഞ്ചാമത്തെ ഓക്കെ ആറാമത്തെ കാഹളം ഊതുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അഞ്ചാമത്തെ കാഹളം ഊതുമ്പോൾ അത് ഞാൻ അഞ്ചാമത്തെ കാഹളം ഊതുന്നതിനോട് ബന്ധത്തിൽ പഠിക്കുമ്പോൾ കാണുന്നത് അഗാധകവും തുറക്കുന്നതും ദൈവത്തിന് മുദ്രയില്ലാത്തവരെ 5 മാസം ഉപദ്രവിക്കുന്നതിനെ കുറിച്ചുമാണ് അഞ്ചാമത്തെ കാഹളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആറാമത്തെ കാഹളം ഊതുന്ന സമയത്ത് സംഭവിക്കുന്നത് രണ്ടാമത്തെ കഷ്ടമാണ്. യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുന്നതും നിമിത്തം മനുഷ്യരിൽ മൂന്നിലൊന്ന് തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ കൊല്ലപ്പെടുന്നു. രണ്ടാമത്തെ കഷ്ടം. എന്നാൽ മൂന്നാമത്തെ കഷ്ടം അത് 7 കലശങ്ങൾ ആകുന്നു എന്നുള്ളത് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല, അവിടെ എങ്ങും പറഞ്ഞിട്ടുമില്ല. എന്നാൽ അങ്ങനെ ആകുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം അതിനെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചെടുത്തെങ്കിൽ മാത്രമേ, അത് എവിടെയാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത പോയിന്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് 7 കലശങ്ങളാണ് മൂന്നാമത്തെ കഷ്ടം. അത് ഏഴാമത്തെ ദൂതൻ ഊതുമ്പോൾ 7 കലശങ്ങൾ ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്നതാണ് മൂന്നാമത്തെ കഷ്ടം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നുള്ള ബന്ധത്തിൽ പഠിച്ചതിന് ശേഷമേ നമുക്ക് 7 കലശങ്ങളാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ 16-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 16-ാം അധ്യായം 17-ാം വാക്യം. ഏഴാമത്തെ ദൂതൻ തൻ്റെ കലശം ആകാശത്തിലൊഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അപ്പോൾ സംഭവിച്ചു തീർന്നു. അപ്പോൾ ഒന്നാമത്തെ കഷ്ടം കഴിഞ്ഞു, രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞെന്ന് നിങ്ങൾ വേദപുസ്തകം വെളിപ്പാട് ദിവസം മുഴുവൻ അരിച്ചു പെറുക്കി പഠിച്ചാലും കാണത്തില്ല. നിങ്ങൾ വായിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 9-ാം അധ്യായത്തിന് ശേഷമായി കഷ്ടം 1 കഴിഞ്ഞ് 2 കഷ്ടം പിന്നാലെ വരുന്നു എന്നതിന് ശേഷമായി 11-ാം അധ്യായം 14-ാം വാക്യം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞ് മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു പറഞ്ഞിട്ട് മൂന്നാമത്തെ കഷ്ടം തുടങ്ങിയെന്നോ അല്ലെങ്കിൽ മൂന്നാമത്തെ കഷ്ടം തീർന്നെന്നോ കഴിഞ്ഞെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അങ്ങനെ രേഖപ്പെടുത്താതെ ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തൊഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അപ്പോൾ യാഗപീഠത്തിങ്കൽ നിന്നുള്ള ശബ്ദം കേൾക്കുന്ന ആ ഒന്നാമത്തെ കഷ്ടം, അത് യാഗപീഠത്തിങ്കൽ യാഗമാറ്റുന്ന ഈ കുഞ്ഞാടാണ് സംസാരിച്ചതെങ്കിൽ, അതിൻ്റെ രണ്ടാമത്തെ കഷ്ടമാകുന്ന ആറാമത്തെ കാഹളം ഊതുന്ന സമയത്ത് മനുഷ്യൻ 3-1 മരിച്ചു പോകുന്നതിനെക്കുറിച്ചും മൂന്നാമത്തെ കഷ്ടമാകുന്ന 7 കലശം ഒഴിക്കുന്നതോടുകൂടി ദൈവത്തിൻ്റെ ക്രോധം അല്ലെങ്കിൽ അത് മുഴുവനും ഭൂമിയിൽ പകരപ്പെടുന്നു, അത് സംഭവിച്ചത് 3 കഷ്ടങ്ങളും തീരുന്നു എന്നാണ് രേഖപ്പെടുന്നത്. അപ്പോൾ 7 കലശങ്ങൾ മൂന്നാമത്തെ കഷ്ടമാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയെടുത്തത് 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തെ നോക്കി കണ്ടുപിടിച്ചപ്പോഴാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒന്നാമത്തെ കഷ്ടമുണ്ടെന്നുള്ളതും രണ്ടാമത്തെ കഷ്ടമുണ്ടെന്നുള്ളതും മൂന്നാമത്തെ കഷ്ടമുണ്ടെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഊതാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദത്തിനും വലിയ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഴുക് പറക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ 3 കഷ്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5-ാം കാഹളം, 6-ാം കാഹളം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇനി 7-ാമത്തെ കാഹളത്തിലാണ് മൂന്നാമത്തെ കഷ്ടം വരുന്നത്. ആ മൂന്നാമത്തെ കഷ്ടം എപ്പോൾ കഴിഞ്ഞു എന്ന് വചനത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ അതങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 7-ാമത്തെ കലശം ഒഴിക്കുമ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നാം വ്യാഖ്യാനിച്ചെടുക്കുന്നത് മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കഷ്ടം എന്നുള്ളത് 7 കലശം ആകുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ അതിൽ തെറ്റില്ല എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ തലത്തിൽ പഠിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഈ പറയുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ അതിന് അംഗീകാര യോഗ്യതയില്ല. നല്ല വചനപരമായിട്ട് തന്നെ തെളിയിക്കണം.
ഈ മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. വെളിപ്പാട് പുസ്തകം നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയോ? ഈ 9-ാം അധ്യായം കഴിഞ്ഞുള്ള മുഴുവൻ ഭാഗം വായിച്ചാലും മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് കുഞ്ഞാടാം ദൈവമാണ് പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്ന 3 സന്ദർഭങ്ങൾ നമുക്ക് തിരുവചനത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ സന്ദർഭം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ കാൽവറിയിൽ യേശു സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ നിവൃത്തിയായി, അഥവാ അത് ഫിനിഷായി തീർന്നു, സംഭവിച്ചു കഴിഞ്ഞു. ലോകസ്ഥാപനം മുതൽ മുമ്പ് ദൈവം കരുതിയിരുന്ന മാനവരക്ഷയുടെ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് തിരുവചനത്തിൽ കുഞ്ഞാട് പറഞ്ഞിരിക്കുന്ന ഒന്നാമത് നിവൃത്തിയായി എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് നിവൃത്തിയായി എന്ന് പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ ഈ കഷ്ടങ്ങൾ ഭൂമിയിലേക്ക് ചൊരിയുന്നതിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പഠിക്കുമ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ഇനി മൂന്നാമതായി സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന 21-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. സത്യത്തിൽ ഇതിപ്പോൾ എടുക്കേണ്ടതല്ല, എങ്കിലും പറഞ്ഞു പോയതുകൊണ്ട് അതൊന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് 21-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? 22-ാം അധ്യായം എഴുതിയിട്ട് ലാസ്റ്റ് എഴുതിയാൽ പോരായിരുന്നോ സംഭവിച്ചു തീർന്നു എന്ന്? പോരായിരുന്നു, അങ്ങനെ എഴുതിയാൽ പോരായിരുന്നു. അതല്ലേ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. നമ്മളൊരു പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞാൽ അവസാനം സംഭവിച്ചു തീർന്നു എന്നുള്ളത് അധ്യായത്തിൻ്റെ 22 അധ്യായം ഉണ്ടെങ്കിൽ 21-ാം അധ്യായത്തിൽ കൂടി എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് 21-ാം അധ്യായം 21-ാം അധ്യായം 6-ാം വാക്യത്തിൽ സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? കാരണം 21-ാം അധ്യായം 6-ാം അധ്യായത്തിൽ സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അതിൻ്റെ 6-ാം പിന്നെയും അവനോട് പറഞ്ഞത് സംഭവിച്ചു തീർന്നു. അവൻ 6-ാം വാക്യത്തിലായി സംഭവിച്ചു തീർന്നു. അപ്പോൾ അത് സംഭവിച്ചു തീർന്നു പറയുമ്പോൾ സാധാരണ ഫിനിഷ് എന്നുള്ള എഴുതേണ്ടത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന് അവസാനമല്ലേ എല്ലാം സംഭവിച്ചു തീർന്ന് എഴുതേണ്ടത്? നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ രീതിയിൽ ഒരു പുസ്തകം എഴുതുമ്പോൾ സംഭവിച്ചു തീർന്ന് ലാസ്റ്റ് ക്ലൈമാക്സ് എഴുതി പൂർത്തീകരിക്കുന്നത് അവസാന അധ്യായത്തിൽ എഴുതുന്നത്. പക്ഷെ അങ്ങനെയല്ല വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം കൂടിയുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി പഠിക്കുന്നതിൻ്റെ കാരണം ഇത് അതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ചില നിഗൂഢതകളെ, രഹസ്യങ്ങളെ നാം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ 21-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പിന്നീടുള്ള കാര്യങ്ങൾ, നിത്യതയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിത്യതയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയുള്ള ബന്ധത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും, പുതിയ ബന്ധത്തിൽ കാണുന്ന കാര്യങ്ങളും സംഭവിച്ച് തീരാനുള്ളതല്ല. അതുകൊണ്ടാണ് ഈ നിത്യതയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ കാണുന്നതിന് മുമ്പ് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്ന് പറഞ്ഞാൽ നിത്യതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അവസാനമില്ലാത്തതായതുകൊണ്ടാണ് സംഭവിച്ചു തീർന്നു എന്ന് 21-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞ് അവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു സംഭവിച്ചു തീർന്നു, നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ വിട്ടതോടുകൂടി മനുഷ്യപാപത്തിൻ്റെ പരിഹാരത്തിനുള്ള പൂർത്തീകരണം സംഭവിച്ചു. യേശു മുഖാന്തരമുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചു. അതിനുശേഷമായി ഇവിടെ സംഭവിച്ചു തീർന്നു എന്ന് പറയുന്നത് 7-ാമത്തെ കലശം അവൻ ഒഴിച്ചു കഴിയുമ്പോഴാണ് സംഭവിച്ചു തീർന്നു എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കഷ്ടം ഭൂമിയിലേക്ക് അയക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. മൂന്നാമത് സംഭവിച്ചു തീർന്നു പറഞ്ഞിരിക്കുന്നത് ഒടുക്കത്തെ നാളിൽ വരെയുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് നിത്യതയോടുള്ള ബന്ധത്തിൽ ആരംഭപ്പെടുന്നതിന് മുമ്പായിട്ടാണ് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും മൂന്നാമത്തെ കഷ്ടം 7 ക്രോധകലശങ്ങളാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയെടുക്കുന്നത് 7 ക്രോധകലശങ്ങളോട് ബന്ധത്തിൽ 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അതുകൊണ്ടാണ് മൂന്നാമത്തെ കഷ്ടമാണ് 7 ക്രോധ കലശങ്ങൾ എന്ന് നാം വചനപരമായിട്ട് തെളിയിച്ച് വ്യാഖ്യാന അർത്ഥതലത്തിൽ അതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നത്.
പിന്നെ അതിനെയും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 മുദ്ര, 7 കാകളം, 7 ക്രോധകലശം എന്ന് പറയുമ്പോൾ ഇത് ഒരുമിച്ച് ഇങ്ങനെ വരാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പലതും പല സ്ഥലങ്ങളിലല്ലേ എഴുതിയിരിക്കുന്നത്. 9-ാം അധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 16-ാം അധ്യായത്തിലേക്ക് എങ്ങനെയാണ് ഈ ക്രോധകലശങ്ങളുടെ ബന്ധത്തിൽ പഠിക്കാൻ നമ്മൾ പോകുന്നത് എന്നുള്ള ചിന്ത പലർക്കും വരാം. അതുകൊണ്ട് അത്തരം ചിന്തകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് 3-ാമത്തെ കഷ്ടം ഏതാകുന്നു എന്നുള്ളത് നാം കണ്ടെത്തിയത്. അപ്പോൾ 3-ാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ 7 മുദ്രകളെക്കുറിച്ച് പറഞ്ഞതുപോലെ 7 കാകളങ്ങളെക്കുറിച്ച് 3-ാമത്തെ കഷ്ടത്തെക്കുറിച്ച് പറയാതെ അത് മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അത് അന്വേഷിച്ച് നാം കണ്ടെത്തിയപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കിയത്. 7-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഉണ്ടാകുന്ന 3-ാമത്തെ കഷ്ടം 7 ക്രോധകലശമാകുന്നു എന്നുള്ളത്. അത് കഷ്ടം കഴിഞ്ഞു അഥവാ സംഭവിച്ചു തീർന്നു. 3 കഷ്ടങ്ങളും സംഭവിച്ചു തീർന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് വ്യാഖ്യാനിച്ച് 7 ക്രോധകലശങ്ങളാകുന്നു 3-ാമത്തെ കാകളത്തിലെ 3-ാമത്തെ കഷ്ടമെന്ന് സമർത്ഥിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഇടവേളയിൽ ഉള്ള ബന്ധം ഞാനിപ്പം ഒന്നാമത്തെ കാകളത്തെക്കുറിച്ചും 1-ാമത്തെ കഷ്ടത്തെക്കുറിച്ച് 5-ാമത്തെ മുദ്രയുള്ള ബന്ധത്തിലും 2-ാമത്തെ കഷ്ടമാത്തെക്കുറിച്ച് 6-ാമത്തെ കാലത്തുള്ള ബന്ധത്തിൽ പഠിച്ചപ്പോൾ 3-ാമത്തെ കഷ്ടത പിന്നെ വേഗം വരുന്നു. അത് നാം ചിന്തിക്കുന്നത് 7 ക്രോധകലശങ്ങളുടെ ബന്ധത്തിലാണ്. എന്നാൽ അത് മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൂതൻ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ 7-ാമത്തെ ദൂതൻ കാകളമൂതുന്ന സമയത്തോടുള്ള ബന്ധത്തിൽ 3-ാമത്തെ കഷ്ടം സംഭവിക്കുമെന്നും അതിനോടനുബന്ധമായ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന 7 ഇടിനാദത്തിൽ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തുടർന്നുള്ള വെളിപ്പാട് പുസ്തക പഠനം പൂർത്തീകരിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 7-ാമത്തെ കാകളനാദത്തിങ്കൽ സംഭവിക്കുന്ന 3-ാമത്തെ കഷ്ടതയാകുന്ന 7 ക്രോധകലശങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഈ 7 ഇടിനാദത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കും. അതിനു മുമ്പായി 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വ്യാഖ്യാനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇത്രയും ഇങ്ങനെ ഇത് പറയാൻ കാരണം നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. സാധാരണ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. 1-ാമത്തെ കഷ്ടം കഴിഞ്ഞു, 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു, പിന്നെ 3-ാമത്തെ കഷ്ടം കഴിഞ്ഞു എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടെത്തി. എന്താണ് 3-ാമത്തെ കഷ്ടം, അത് എപ്പോഴാണ് ആരംഭിക്കുന്നത്, എന്താണ് 3-ാമത്തെ കഷ്ടം, 7 ക്രോധകലശങ്ങളാണെന്ന് മനസ്സിലാക്കി സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതോടുകൂടി 3-ാമത്തെ കഷ്ടം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയപ്പോൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിന് എളുപ്പമുള്ള ഒരു മാധ്യമമായി ദൈവത്തിൻ്റെ പരിശുദ്ധന്മാർ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് 7 മുദ്ര, 7 കാകളം, 7 ക്രോധകലശം എന്നുള്ളതിനെ പഠിച്ചു. അതിനുശേഷമുള്ള 7 ഇടിനാദത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങൾ കൂടി പഠിക്കുമ്പോൾ തുടർന്നുള്ള വെളിപ്പാട് പുസ്തക പഠനം പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് 7-ാമത്തെ മുദ്രയുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് രഹസ്യമായി അഥവാ മർമ്മമായി പറഞ്ഞിരിക്കുന്ന ആ സംഭവത്തെക്കുറിച്ചും യോഹന്നാനെ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞുവിടുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമുക്ക് 1 മുതൽ അതിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ബലവാനായിരിക്കുന്ന ഒരു ദൂതൻ ഇറങ്ങുന്നത് അവൻ കണ്ടു. അവൻ ഇറങ്ങുമ്പോൾ അവൻ മേഘമുടുത്തിരിക്കുന്നു, തലയിൽ ആകാശവില്ല് ധരിച്ചിരിക്കുന്നു, മുഖം സൂര്യനെ പോലെയുള്ളവനാണ്, കാൽ തീത്തൂണ് പോലെയുള്ളവൻ.
അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകമുണ്ടാകുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. അവൻ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. അപ്പോൾ ഈ ബലവാനായിരിക്കുന്ന ദൂതനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതിനെ ദർശിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ബലവാനായിരിക്കുന്ന മറ്റൊരു ദൂതനെ അവൻ കാണുകയാണ്. അപ്പോൾ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവനെ കണ്ടിട്ട് രേഖപ്പെടുത്തുകയാണ്. നീ കണ്ടത് രേഖപ്പെടുത്താനായിട്ടാണ് അവനെ സ്വർഗത്തിൻ്റെ ആത്മവിശുദ്ധിയിലേക്ക് കൊണ്ടുപോയത്. നീ കാണുന്നതൊക്കെ രേഖപ്പെടുത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആത്മീയ മണ്ഡലത്തിൽ, സ്വർഗീയ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ 6ാമത്തെ കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ആ സംഭവങ്ങൾ, ഭൂമിയിൽ മനുഷ്യരിൽ 1/3 കൊല്ലപ്പെടുന്നതിനെക്കുറിച്ചും, എന്നിട്ടും മനുഷ്യരിൽ ജീവനോടിരിക്കുന്നവരിൽ ഭൂരിഭാഗവും മാനസാന്തരപ്പെടാതിരിക്കുന്നതിനെയും കണ്ടതിന് ശേഷമായി യോഹന്നാൻ കാണുന്നത് ഒരു ദൂതൻ, ബലവാനായിരിക്കുന്ന ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് കണ്ടത്. ആ കാര്യങ്ങളെ നാം ഒരുമിച്ച് പഠിക്കുമ്പോൾ ഒന്നിച്ച് അതിനോടൊപ്പം പോകണം. ഇപ്പം യോഹന്നാൻ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് കാണുന്നത് ഓരോ കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് എഴുതി. അതിൻ്റെ 6ാമത്തെ കാഹളം ഊതിയപ്പോൾ ഉണ്ടായ സംഭവമാണ് മനുഷ്യരിൽ 1/3 ലോകത്തിൽ നിന്ന് 3 ബാധകളാൽ മരിച്ചു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയിലുള്ളവർ മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതും കണ്ടു. ഈ സന്ദർഭത്തിലാണ് ബലവാനായിരിക്കുന്ന ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതായി കണ്ടത്. ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാല് തീത്തൂണ് പോലെയും ഉള്ളവൻ. ഇവനെ കണ്ടപ്പോൾ തന്നെ യോഹന്നാൻ പറയുകയാണ്, ഇവൻ മേഘമുടുത്തിരിക്കുകയാണ്. എന്താണ് ദൂതൻ്റെ ഉടുപ്പ് അഥവാ ധരിച്ചിരിക്കുന്ന മേഘത്തെ കാണിക്കുന്നത്? ഭൂമിയുടെ ഉടുപ്പാണ് മേഘമെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മേഘത്തെ ഭൂമിയുടെ ഉടുപ്പായിട്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മേഘം എന്നുള്ളത് ഭൂമിയുടെ ഉടുപ്പാണെങ്കിൽ ഇവൻ ഉടുത്തിരിക്കുന്നത്, മേഘമുടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഭൂമിയുടെ ഉടുപ്പിനെ ധരിച്ചാണ് ഇവൻ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അവൻ്റെ തലയിൽ ആകാശവില്ല് വെളിപ്പെടുത്തുന്ന അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അവൻ്റെ മുഖം സൂര്യനെ പോലെ കാണിക്കുന്നത് അവൻ്റെ മുഖശോഭയെ കാണിക്കുകയാണ്. മുഖശോഭയുള്ളവനാണ്. അവൻ്റെ കാൽ തീത്തൂണ് പോലെ കാണിക്കുന്നത് ശക്തിയുള്ളതാണ്. ഏത് പരീക്ഷകളെയും അതിജീവിക്കാനുള്ള കഴിവുള്ളവനാണ് ഈ ദൂതൻ എന്ന് വെളിപ്പെടുന്നു. അവൻ്റെ ശബ്ദം സിംഹം ഗർജിക്കുന്ന പോലെയുള്ളതാണ്. അത് ഭൂമിയുടെ ഉടുപ്പായിരിക്കുന്ന മേഘത്തെ ഉടുത്തുകൊണ്ട് ആകാശവില്ലാകുന്ന മഹത്വത്തോടുകൂടി, അവൻ്റെ മഹത്വത്തോടുകൂടി മുഖശോഭ സൂര്യന് തുല്യമായി വെളിപ്പെടുന്ന, കാലുകൾ തീത്തൂണുകൾ പോൽ ശക്തിയുള്ള ബലവാനായിരിക്കുന്ന ദൂതൻ്റെ ഒരു വലങ്കാൽ വെച്ചിരിക്കുന്ന സമുദ്രത്തിലും ഇടങ്കാൽ ഭൂമിയിലുമാണ് വെച്ചിരിക്കുന്നത്. അതവൻ്റെ മഹാവലിപ്പത്തെ വെളിപ്പെടുത്തുകയാണ്. പറഞ്ഞാൽ ഒരു കാല് സമുദ്രത്തിലും മറ്റൊരു കാല് ഭൂമിയിലും വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ദൈവം അയച്ചിരിക്കുന്ന ബലവാനായിരിക്കുന്ന ദൂതൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെറുതായ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം അയച്ചിരിക്കുന്ന ഓരോ അയക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൂതനും ബലവാനായിട്ടുള്ളവൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം തുടർന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചെറിയ സംഭവങ്ങളല്ല, വലിയ സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇവനെ ദൈവം അയച്ചിരിക്കുന്നത്. അവൻ ആരാണ്? ഭൂമിയുടെ ഉടുപ്പാകുന്ന മേഘത്തെ ധരിച്ച് മഹത്വമുള്ളവനായി, ശോഭയുള്ള മുഖത്തോടു കൂടി, തീത്തൂണ് പോലുള്ള കാലുള്ളവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൂതൻ്റെ കയ്യിൽ ഒരു ചെറു പുസ്തകം തുറന്നിരിക്കുന്നതായിട്ട് യോഹന്നാൻ കാണുകയാണ്. ഈ പുസ്തകം എന്താണ് എന്നുള്ളതും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഉള്ളതും വെളിപ്പെടുത്തി അതേക്കുറിച്ചും ഗ്രഹിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഈ ചെറു പുസ്തകത്തിന് പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൂതൻ്റെ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ അവനേക്കാൾ അധികമായി വിലയും നാം പ്രാധാന്യതയും കൊടുക്കേണ്ടത് അവൻ്റെ വലങ്കയിലിരിക്കുന്ന ചെറു പുസ്തകത്തിനാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ ഇങ്ങനെ
ഈ ദൂതനെ അയക്കുമ്പോൾ അവൻ ഇത്രമാത്രം ബലമുള്ളവനാണെങ്കിൽ, മഹത്വമുള്ളവനാണെങ്കിൽ, അവൻ വലിപ്പമുള്ളവനാണെങ്കിൽ, അവനെ അയച്ചിരിക്കുന്ന സൃഷ്ടിതാവാം ദൈവത്തെക്കുറിച്ച് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ അവൻ വർണ്ണിച്ചിരിക്കുന്നത് 40-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആരെന്ന് ചോദിക്കുകയാണ്. പറഞ്ഞാൽ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കും. സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഉള്ളം കൈയിൽ അളക്കുവാൻ ശക്തനാണ് സൃഷ്ടിതാവാം ദൈവം. ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കും. നമ്മളൊക്കെ ഒരു ചാൺ നീട്ടിയാൽ നമ്മുടെ അളവ് ഇത്രയേ ഉള്ളൂ. പക്ഷേ സർവശക്തനായ സൃഷ്ടിതാവാം ദൈവത്തിൻ്റെ ആ ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുവാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കും. നമ്മൾ സാധാരണ നാഴിയൊക്കെ ഉപയോഗിക്കുന്നത് അരിയൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നാഴി, ഒരു നാഴി. പക്ഷേ ദൈവത്തിന് ഈ അവൻ്റെ ആ വലുപ്പത്തെ കാണിക്കാൻ വേണ്ടി പറയുക, നമ്മളൊക്കെ ഒരു നാഴിയിൽ നിറയ്ക്കുന്നതിന് പോലെ അത്രയേ ഉള്ളൂ ഈ ഭൂമിയിലെ പൊടി മുഴുവനും ദൈവത്തിന് അളന്നെടുക്കാനായിട്ട്. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് നോക്കും. നമുക്ക് സാധാരണ വെള്ളി തിലാശൊക്കെ ഉപയോഗിക്കുന്നത് എവിടെയാണെന്നറിയാം. സ്വർണ്ണമൊക്കെ തൂക്കുന്ന ചെറിയ തിലാശാണ് വെള്ളിക്കോൽ. വെള്ളിക്കോൽ കൊണ്ട് ചെറിയതായി നമ്മൾ തൂക്കുന്നത് 5 ഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം മില്ലിഗ്രാം ഒക്കെയാണ് വെള്ളി തിലാശ കൊണ്ട് തൂക്കുന്നത്, വെള്ളിക്കോൽ തിലാശ കൊണ്ട് തൂക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വെള്ളി തിലാശ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, എവിടെയായിരിക്കും എന്നുള്ളത്. അത് ഈ സ്വർണ്ണമൊക്കെ തൂക്കുന്നത് കട്ടിയും ത്രാസും വെച്ച വലിയ തിലാശയല്ല തൂക്കുന്നത്. ഇതൊക്കെ മൂല്യമേറിയ വസ്തുക്കൾ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, തൂക്കം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെള്ളിക്കോല്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിലയേറിയ കാര്യങ്ങളെ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി, തൂക്കിയെടുക്കാൻ വേണ്ടി വെള്ളിക്കോല ഉപയോഗിക്കുന്നെങ്കിൽ, നമ്മുടെ ഈ ചെറിയ അളവ് ദൈവത്തിൻ്റെ കണക്കിന് നോക്കുമ്പോൾ അവൻ പർവ്വതങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളിക്കോലിന് തുല്യമായിട്ടാണ് അവൻ അളക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വത്തെ, അവൻ്റെ ബലത്തെ വെളിപ്പെടുത്തുക, അവൻ്റെ മഹാശക്തിയെ വെളിപ്പെടുത്തുകയാണ്. കുന്നുകളെ തുലാസിലും തൂക്കുന്നു. അപ്പോൾ വെള്ളിക്കോലുണ്ട്, തുലാസുണ്ട്. ഇതൊക്കെ എത്ര കാര്യമായിട്ടാണ് പ്രവാചകൻ ആത്മാവിൽ സൃഷ്ടിതാൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അളവെടുക്കാൻ കഴിവുള്ളവൻ, തൂക്കുവാൻ കഴിവുള്ളവൻ, സകലത്തെയും തൂക്കി നോക്കുവാൻ കഴിവുള്ളവൻ, ആത്മാക്കളെ തൂക്കി നോക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവെന്ന് വെളിപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതേക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം അയച്ചിരിക്കുന്ന ഒരു ബലവാനായിരിക്കും ദൂതനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രമുണ്ടെങ്കിൽ സൃഷ്ടിതാവാം ദൈവത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കുവാൻ കഴിയും? അതുകൊണ്ട് ദൂതൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള കാര്യമാണ് നാം കർത്താവിനെക്കുറിച്ച്, സൃഷ്ടിതാവാം ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയെടുക്കുവാൻ ഈ സന്ദർഭത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനത്തെ ആധാരമാക്കി നാം ചിന്തിച്ചത്. ഇവിടെ അതുകൊണ്ട് തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാസ് തൂക്കുകയും ചെയ്തവനാർ. എൻ്റെ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നാം കാണുന്ന കരയും കടലും ആകാശവും അളക്കാൻ കഴിവുള്ളവനാണ്. അത് സൃഷ്ടിച്ചവൻ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതേ ഉള്ളൂ ഈ കാണുന്ന ആകാശവും ഭൂമിയും സമുദ്രവും. അതുകൊണ്ടാണ് പറയുന്നത്, ഭൂമിയും സമുദ്രവും ആകാശവും സൃഷ്ടിച്ച നാഥനെ എന്ന് നാം പല സ്ഥലങ്ങളിൽ കാണുന്നത്. ഭൂമിയെയും ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സൃഷ്ടിച്ച നാഥനെ എന്ന് പറയുമ്പോൾ, നാം ഈ കാണുന്ന ആകാശത്തെയും നാം ഈ കാണുന്ന ഭൂമിയെയും നാം ഈ കാണുന്ന സമുദ്രത്തെയും അവൻ സൃഷ്ടിച്ചു. അവൻ സൃഷ്ടിച്ചതുകൊണ്ട് ഇതെല്ലാം അവന് നിസ്സാരമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇത് വായിച്ചാൽ മനസ്സിലായി. തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട് ആകാശ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാശം തൂക്കുകയും ചെയ്തവൻ ആരെന്ന് ചോദിക്കുമ്പോൾ, ആകാശത്തെ നോക്കി നീ അത്ഭുതപ്പെട്ട് നോക്കണ്ട, ഭൂമിയെ നോക്കി നീ അതിശയിച്ച് നോക്കണ്ട, സമുദ്രത്തിലെ വെള്ളത്തെ നോക്കി നീ അതിശയിച്ച് നോക്കണ്ട. ഇതെല്ലാം ദൈവത്തിന് മുമ്പിൽ
അത് നിസ്സാരമായ കാര്യമാണ്. സമുദ്രത്തിലെ വെള്ളം മുഴുവനും കൈക്കുമ്പിളിൽ ഒതുക്കുവാൻ കഴിവുള്ളവൻ, ആകാശത്തിന്റെ പരിമാണം ചാണുകൊണ്ട് അളക്കുവാൻ കഴിവുള്ളവൻ, അതുപോലെ ഭൂമിയെ, പർവ്വതങ്ങളെ, പൊടിയെ മുഴുവനും, ഭൂമിയെ, കരയെ മുഴുവനും നാഴികയ്ക്കുള്ളിൽ ഒതുക്കാൻ കഴിവുള്ളവനാണ്. അത്രമാത്രം ശക്തിയുള്ളവനെയാണ് സൃഷ്ടിതാവാം ദൈവമെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ അയക്കുന്ന ദൂതനും അതിന് തക്ക ദൂതനായി ഉള്ള കഴിവുള്ളവനാണെന്ന് ഇത് വെളിപ്പെടുത്തുകയാണ് ഈ മനുഷ്യനായിരിക്കുന്ന യോഹന്നാൻ ആത്മവിശുദ്ധി കാണുന്നത്. അവൻ നോക്കുമ്പോൾ, മനുഷ്യനായിരിക്കുന്ന യോഹന്നാൻ നോക്കുമ്പോൾ, ഈ ദൂതനോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ അവൻ ഒന്നുമല്ല, പക്ഷേ ഈ ദൂതന്മാരൊക്കെ നമസ്കരിക്കുന്നവരാണ് ദൈവമക്കൾ. പുത്രത്വം പ്രാപിക്കുന്ന ദൈവിക പദവിയിലെത്തുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ച, നമ്മൾ വായിച്ച ഈ ബലവാനായിരിക്കുന്ന ദൂതനും അവരൊക്കെയും മുട്ടുമടക്കുന്ന, നമസ്കരിക്കുന്ന, അഥവാ അവരൊക്കെയും കീഴ്പ്പെടുന്നത് പുത്രത്വം പ്രാപിക്കുന്ന ദൈവസഭയുടെ മുമ്പിലാണ്. അപ്പോൾ ദൂതനെ നമസ്കരിക്കുമ്പോൾ ദൂതന് അതിന് അനുവാദം കൊടുക്കാതെ അവനോട് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ദൂതന്മാരെക്കുറിച്ചോ മറ്റുള്ള സൃഷ്ടികളെക്കുറിച്ചോ ഒന്നും നാം കണ്ട് അത്ഭുതപ്പെടുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് പറയേണ്ടത്, ഒരൊറ്റ കാര്യം പറയേണ്ടത്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. അതെ, ദൂതന്മാരെ കൊണ്ടും അത്ഭുതപ്പെട്ടു പോകരുത്. സമുദ്രത്തെ കണ്ടോ, നക്ഷത്രങ്ങളെ കണ്ടോ, ഭൂമിയെ കണ്ടോ, പർവ്വതങ്ങളെ കണ്ടോ നാം അത്ഭുതപ്പെടേണ്ട. അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ക്രിസ്തുയേശുവിനാൽ ജീവിതത്തിൻ്റെ മാറ്റം വന്ന് യേശുവിൻ്റെ രക്തത്തിൻ്റെ വില കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ പുത്രത്വം പ്രാപിക്കുന്ന ദൈവമക്കൾ. ഇതിനെല്ലാം മീതെയാണ് അവർ ദൈവത്തോട് സദൃശന്മാരാകുന്നു എന്നുള്ള വലിയ ചിന്തയും ആ വലിയ ഒരു ആലോചനയും അഭിമാനവും ഉള്ളവരായിരിക്കണം ദൈവമക്കൾ. നാം അഹങ്കരിക്കുകയല്ല, അഭിമാനമുള്ളവരാ. ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തെയും ഭൂമിയെയും ഈ സമുദ്രത്തെയും ഒക്കെ കാണുമ്പോൾ, ദൂതന്മാരെ വർണ്ണിക്കുമ്പോൾ ഇതൊക്കെ വലുതാണല്ലോ എന്ന് വിചാരിക്കരുത്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതമാണ് ദൈവമായ കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ, അവനോട് സദൃശന്മാരായിരിക്കുന്ന, ഒരു പക്ഷേ 6 അടിയോ അതിൽ താഴെയോ അല്ലെങ്കിൽ അല്പവ്യത്യാസങ്ങളൊക്കെയുള്ള, എത്രമാത്രം പൊക്കമുള്ള ഒരു മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമ്മുടെ വിലയും നിലയും ആർക്കും കണക്കാക്കുവാൻ കഴിയത്തില്ല. കരമുയർത്തിയിരിക്കുന്നിടത്ത് സ്തോത്രം പറഞ്ഞാട്ട്, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് ചെറിയൊരു കാര്യത്തിന് വേണ്ടിയല്ല. അതെ, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി എത്ര ശ്രേഷ്ഠകരമായ, എത്ര ഉന്നതമായൊരു പദവിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവനോട് സദൃശന്മാരാകുവാൻ വേണ്ടി നമ്മെ ആക്കിയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്നൊന്നും കണ്ട് കണ്ണ് തള്ളണ്ട, അത്ഭുതപ്പെടേണ്ട. നാം അതിശയപ്പെടാൻ പോകുന്നത്, അതിശയ വിഷയമാകാൻ പോകുന്നത് നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവി ഒരു നാൾ നാം ലഭിക്കുമ്പോഴാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ മറ്റുള്ള ഒരു കാര്യങ്ങളെ കണ്ടുകൊണ്ട് പതറിപ്പോകാതെ, ദൂതന്മാരെ കണ്ടോ, മറ്റുള്ളവരെ കണ്ടോ, ആകാശത്തെ കണ്ടോ, ഭൂമിയെ കണ്ടോ, മറ്റുള്ളതിനെ കണ്ടോ അല്ല നാം ദിവസങ്ങളിൽ അതിശയിച്ചു പോകേണ്ടത്. നാം അതിശയിക്കേണ്ടത്, പാപിയായ എന്നെ അങ്ങയുടെ പുണ്യാക രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി എന്നെ പുത്രത്വം തന്ന് സിംഹാസനത്തിരുത്തുവാൻ ആ കരത്തിന്റെ വലിപ്പമുള്ള അതിമഹാനായിരിക്കുന്ന ദൈവത്തിന്റെ ഭാഗമായി തീരുവാൻ ഭാഗ്യം ലഭിച്ചല്ലോ എന്നോർത്തുകൊണ്ട് വേണം നാം ദിവസങ്ങളിൽ ദൈവത്തിന് അതിശയകരമായ രീതിയിൽ മഹത്വപ്പെടുത്തുവാൻ. നമ്മൾ വലിയൊരു അത്ഭുത വിഷയമായി തീരാനുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സകല സൃഷ്ടികളും നമിക്കുന്ന, സകല സൃഷ്ടികളും വീണ് നമസ്കരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിലിരിപ്പാൻ യോഗ്യത ലഭിക്കുന്ന നമ്മെപ്പോലെ ആരുമില്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും കഷ്ടം സഹിച്ചു നിന്നാലും, വേദന സഹിക്കേണ്ടി വന്നാലും, ഭാരപ്പെടേണ്ടി വന്നാലും, ഈ പരമവിളിയുടെ ലാക്കിൽ നിന്ന് മാറിപ്പോകാതെ ദിവസങ്ങൾ കേൾക്കുന്ന വചനത്തിനൊത്തവണ്ണം ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം ആരാധിച്ചുകൊണ്ട്, ആ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മവിലയുടെ വില അറിയുമ്പോൾ നമുക്കുള്ളിൽ അഭിമാനമുണ്ടാകണം. എന്നാൽ ഏറ്റവും അധികം താഴ്മയുള്ളവരായി യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ കഷ്ടം സഹിച്ച് താഴ്മയുള്ളവനായി ജീവിച്ചതുപോലെ ക്രിസ്തുവിനെ പിൻപറ്റി ജീവിച്ച് നാം അഹങ്കാരികളായിത്തീരാതെ എത്രമാത്രം താഴാമോ അത്രമാത്രം വിനയപ്പെടണം. നാം എത്രമാത്രം താഴ്മോ അത്രമാത്രം ഉയർത്തപ്പെടും. അതുകൊണ്ട് ദിവസങ്ങളിൽ ക്രിസ്തു യേശുവിൻ്റെ ഭാവം ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ ദൂതന്മാരെക്കാൾ, മറ്റ് സൃഷ്ടികളെക്കാൾ
ഏറ്റവും വിലയേറിയ സൃഷ്ടികളാക്കി ദൈവം നമ്മെ തീർത്തല്ലോ, അതിനായി നമ്മെ വിളിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രിയിൽ മാറിപ്പോകുമെന്ന് ദൈവാത്മാവിൽ ആലോചന പറയുക. നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവി ഓർക്കുമ്പോൾ, നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാവി കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദിവസങ്ങളിൽ നമ്മുടെ നിരാശകൾ വിട്ടുമാറി പുഞ്ചിരിയിടത്തക്കവണ്ണം, സ്വർഗദർശനങ്ങൾ കാണത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ആത്മമണ്ഡലത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ച് സ്വർഗദർശനങ്ങൾ നൽകാൻ പോകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ക്രിസ്തുയേശുവിൻ്റെ വിളിയാനുള്ള ആശ, ആഗ്രഹം ഇന്നതാണെന്ന് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ രാത്രി സ്തോത്രം ചെയ്യാം. ഞാനിത് പറഞ്ഞു വന്നത് ഈ ദൂതനെ കണ്ടുകൊണ്ട് നാം ഇത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു ദൂതനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് നന്നായിരുന്നു നാം ഒരുപക്ഷെ വിചാരിക്കും. പക്ഷേ ആ ദൂതനേക്കാൾ എത്ര ശ്രേഷ്ഠകരമായ പദവിയാ ദൈവമക്കളെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരമവിളിലാക്കിൽ നിന്ന് നാം ഒരിക്കലും മാറിപ്പോകാതെ ആ പരമവിളിലാക്കിലേക്ക് ഓടുവാൻ രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി പകരുകയാണ്. അത് പിൻപോട്ടല്ല, അത് നാം നിൽക്കുന്നിടത്ത് നിൽക്കുകയല്ല, മുന്നോട്ട് പോകുവാൻ എനിക്ക് എങ്ങനെയെങ്കിലും വല്ലവിധേനയും എൻ്റെ യേശുവിനോട് സദൃശനായി തീരണം എന്നുള്ള ഒരാഗ്രഹത്തോടെ നമുക്ക് ദിവസങ്ങളിൽ ഈ തിരുവചനം പഠിക്കുമ്പോൾ മുന്നോട്ട് പോകുവാനുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ താഴ്മയുള്ളവരായി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവ് ഒരു നാളത് ചെയ്തെടുക്കും എന്നുള്ളതും നിശ്ചയമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ദൂതനെക്കുറിച്ച് യോഹന്നാൻ ഇത് കണ്ടിട്ട് അവൻ വർണ്ണിച്ചെഴുതിയിരിക്കുന്ന ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കി. അത് യേശുക്രിസ്തു ആകുന്ന നമ്മുടെ കർത്താവ് അവൻ എത്ര വലിയവനാണ്, എന്നാൽ അവൻ എത്ര ചെറിയവനായി ലോകത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും ചെറിയതായി നാം തീർന്നാൽ നാം ഏറ്റവും ഉന്നതരായിത്തീരും. കരമുയർത്തി രാത്രി സ്തോത്രം ചെയ്യാമോ? ഉന്നതനായിരിക്കുന്ന ദൈവം ചെറിയവനായി ലോകത്തിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ചെറിയവരായി ലോകത്തിൽ തീരുന്ന നമ്മെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ദൈവം എത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വിലവനായ ദൂതന്റെ കൈവശം തുടർന്നിരിക്കുന്ന ഒരു പുസ്തകം ഉള്ളതായി യോഹന്നാൻ കാണുന്നതിനെക്കുറിച്ചും ആ പുസ്തകം ഏതാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുമുള്ള മർമ്മം ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ്റെ കൈവശം ഉണ്ടായിരിക്കുന്ന പുസ്തകം ഏതാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ദൂതൻ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അർത്ഥപ്പോൾ ഏഴ് ഇടിയും നാദം മുഴക്കി എന്ന് പറഞ്ഞ ശേഷമായി 4-ാം വാക്യത്തിൽ പറയും, 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. 7 ഇടിനാദം മുഴക്കിയപ്പോൾ യോഹന്നാനോട് എഴുതാനാ പറഞ്ഞത്. നീ കാണുന്നവർക്ക് ഒരു പുസ്തകം എഴുതാനാ പറഞ്ഞത്. അതനുസരിച്ച് അവൻ എഴുതാൻ തുടങ്ങിയപ്പോൾ സ്വർഗം പറഞ്ഞു, ഇനി എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് പറഞ്ഞു. അതേക്കുറിച്ചുള്ള 7 ഇടിനാദം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ഏഴാമത്തെ മുദ്രയിൽ ഉണ്ടാകുന്ന ഏഴാമത്തെ മുദ്ര അത് കാഹളം ഊതുന്നതിന് മുമ്പായി, ഏഴാമത്തെ കാഹളം ഊതുന്നതിന് മുമ്പായി ദൂതൻ സംസാരിക്കുമ്പോൾ 7 ഇടിനാദം മുഴക്കിയത് ഇപ്പോൾ അത് വേണ്ട, മുദ്രയിട്ടേക്കുക, അതിന് സമയമുണ്ട്. അതിന് മുമ്പായി 7ാമത്തെ കാഹളത്തിലേക്ക് അത് സംഭവിക്കണം. അതുകൊണ്ടാണ് എഴുതാതെ മുദ്രയിട്ടേക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറയാം. ദൂതൻ സംസാരിക്കുന്ന സമയത്ത് 7 ഇടിനാദം മുഴക്കുന്നതിനെക്കുറിച്ച് തലയിൽ ആകാശം 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന സ്വർഗത്തിന് ശബ്ദമുണ്ട് കേട്ടോ. അപ്പം ദൈവം പറഞ്ഞു, നീ ഇപ്പോൾ 7 ഇടിനാദം മുഴക്കിയത് കേട്ടല്ലോ. ദൂതൻ ആർത്തപ്പോൾ 7 ഇടിനാദം മുഴക്കിയത് നീ ഇപ്പോൾ എഴുതണ്ട, അത് നീ എഴുതാതെ മുദ്രയിട്ടേക്കുക. അത് എഴുതേണ്ട സമയമല്ലിപ്പോൾ.
അത് എഴുതേണ്ട സമയമുണ്ട്. അതുകൊണ്ടാണ് ദൈവം അനുവദിക്കാതെ ആ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകം മുദ്രയിട്ടേക്കാൻ പറഞ്ഞത്. അവിടെ യോഹന്നാൻ കണ്ടിട്ട് ഈ നീ കാണുന്ന മൊഴി ഒരു പുസ്തകത്തിൽ എഴുതി സഭയ്ക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകത്തെക്കുറിച്ച് 7 ഇടിമുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു. ഇപ്പോൾ അത് എഴുതണ്ട, അത് മുദ്രയിട്ടേക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ മടങ്ങിപ്പോവുകയാണ്. ഇതുവരെ എഴുതിയ കാര്യങ്ങൾ സ്വർഗീയ ദർശനങ്ങൾ കണ്ട് നീ എഴുതിയതാണ്. ഇനി നീ എഴുതും, പക്ഷേ എന്നാൽ അതിന് മുമ്പായി നീ ഭൂമിയിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എഴുതണ്ട എന്നുള്ള ഉള്ളപ്പാട് സ്വർഗത്തിൽ നിന്നുണ്ടായത്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് സമുദ്രത്തിന്മേൽ ഭൂമിയിൽ നിൽക്കുന്നതായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകുകയില്ല. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രം അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്ന ചൊല്ലി സത്യം ചെയ്തു. അപ്പോൾ ഈ സത്യം ചെയ്തത് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ 8 മുതൽ 11 വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്നു സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. എന്നോട് നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു. അതിൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയർ കഴിച്ചുപോയി. അവൻ എന്നോട് നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെക്കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7ാമത്തെ കാഹളം നാദം ഊതുന്നതിനുള്ള മുന്നോടിയായി യോഹന്നാൻ അതുവരെ ആയിരുന്ന ആത്മമണ്ഡലത്തിൽ നിന്ന് അവൻ കണ്ടുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന കാര്യങ്ങളോട് പറഞ്ഞു, ഇനി 7 ഇടിനാദം മുഴക്കിയത് മുദ്രയിട്ടേക്കുക. അത് മുമ്പായി ചില കാര്യങ്ങൾ കൂടി സംഭവിക്കാനുണ്ട്. അതുകൊണ്ട് നീ ഭൂമിയിലേക്ക് ചെന്ന് ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന ആ ചെറുപുസ്തകം വാങ്ങി തിന്നുവാനായിട്ട് കൽപ്പിക്കുകയാണ്. ഇവിടെ ഇതേക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയെടുക്കാൻ അല്പമല്ലാത്ത സങ്കീർണതകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഏതാണ് ഈ പുസ്തകം? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ദൂതനെ എന്തിനാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചത്? എന്തുമായിട്ടാണ് അയച്ചത്? അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ഈ ദൂതൻ വന്ന് സമുദ്രത്തിൽ ഭൂമിയിൽ നിൽക്കുന്നതായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകുകയില്ല പറയുകയാണ്. ഇനി കാലമുണ്ടാകുകയില്ല. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രം അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും സൃഷ്ടിച്ച് ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അപ്പോൾ 7 ദൂതന്മാർ 7 കാഹളമായി നിൽക്കുന്നത് കണ്ടപ്പോൾ 7ാമത്തെ കാഹളം ഊതുന്നതിന് മുമ്പായി 7 ഇടിനാദം മുഴക്കുന്ന ഒരു ശബ്ദം അവൻ കേൾക്കുവാനിടയായിരുന്നു. എന്നാൽ ആ 7 ഇടിനാദം മുഴക്കിയത് അന്നേരം എഴുതാൻ സമ്മതിക്കാതെ, എഴുതാതെ മുദ്രയിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുഞ്ഞാടാൻ ദൈവം പറഞ്ഞ് വിടുന്നതിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 8 മുതൽ 11 വരെ വാക്യങ്ങൾ. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 4-ാം അധ്യായത്തിൽ സ്വർഗത്തിലേക്ക് ആത്മീയ വിഷയത്തിൽ എടുക്കപ്പെട്ട യോഹന്നാൻ ആത്മവിഷയിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചപ്പോൾ ഈ തുറന്ന പുസ്തകം ഏതാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ഇന്ന് രാത്രി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, കുഞ്ഞാട് ചെയ്യുന്നത് പിതാവിൻ്റെ കയ്യിൽ അവൻ്റെ വലങ്കയിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം അവൻ കാണുന്നുണ്ട്. ഈ പുസ്തകം നോക്കുവാനോ തുറന്ന് വായിക്കുവാനോ അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനോ ആരെയും കാണാൻ ഇല്ലാതിരിക്കുമ്പോൾ അവിടെ യോഹന്നാൻ കരയുന്നതിനെക്കുറിച്ചും, എന്നാൽ യഹൂദരുടെ സിംഹമായവൻ അതിന് ജയാളിയാണെന്നും അവൻ അതിൻ്റെ 7 മുദ്ര പൊട്ടിപ്പാനും പുസ്തകം തുറപ്പാനും യോഗ്യനെന്നുള്ളതിനെക്കുറിച്ചും നാം ചിന്തിപ്പാൻ ഇടയാക്കുന്നു.
അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ വലകയിൽ ഇരുന്ന പുസ്തകം അതിൻ്റെ 7 മുദ്രയും പൊട്ടിച്ചതിന് ശേഷമായി ആ പുസ്തകം തുറക്കുന്നതിനുള്ള ബന്ധത്തിൽ തുറന്നു, സ്വർഗത്തിൽ തുറന്നു. എന്നാൽ അതുവരെയുള്ള സംഭവങ്ങളാണ് 6ാമത്തെ കാകളത്തോടുള്ള ബന്ധത്തിൽ വരെ സംഭവിക്കുന്നത്. അതിനുശേഷം 7ാമത്തെ ദൂതൻ കാകളമൂന്നുള്ള ബന്ധത്തിൽ പിന്നീട് ഈ യോഹന്നാൻ അപ്പോസ്തോലൻ ദർശനം കണ്ടുകൊണ്ട് എഴുതുന്നതിന് പകരമായി അവൻ ഈ പുസ്തകം അതിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ തിന്നിട്ടാണ് അവൻ രേഖപ്പെടുത്തുന്നത്. അതാണ് ഇവിടെ ഇതിനുള്ള കാല സമയ ഇടവേള കിട്ടിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന്, ആത്മവിശുദ്ധിയിൽ നിന്ന് യോഹന്നാൻ പിതാവിൻ്റെ കയ്യിൽ കണ്ടിരുന്ന ആ ചെറുപുസ്തകം അത് തുറന്നിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകമാണ് ദൂതൻ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ വലിയ ബലവാനായിക്ക ദൂതനാണ്. ഈ പുസ്തകം തിന്നുവാനുള്ള, അത് തിന്നിട്ട് പ്രവചിക്കുവാനുള്ളതായ ദൗത്യമാണ് യോഹന്നാൻ ദൈവം കൊടുത്തത്. അപ്പോൾ 2ാമത്തെ ആത്മവിശുദ്ധിയുടെ 2ാമത്തെ ഘട്ടം ആരംഭിക്കുമ്പോൾ യോഹന്നാൻ സ്വർഗത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങി ചെല്ലുവാൻ ദൈവം കൽപ്പിക്കുകയും അങ്ങനെ ചെന്നു കഴിയുമ്പോൾ ചെയ്യേണ്ടത് ദൂതൻ്റെ കയ്യിൽ ദൈവം കൊടുത്തുവിട്ടിരിക്കുന്ന സ്വർഗത്തിൽ തുറന്നിരിക്കുന്ന ചെറുപുസ്തകം വാങ്ങി തിന്നണമെന്നാണ്. ഇതിൻ്റെ ഓരോ മുദ്ര പൊട്ടിച്ചപ്പോഴാണ് നാം കണ്ടത് 7 മുദ്രയും 7 കാലത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ തുറന്നിരിക്കുന്ന പുസ്തകം പിന്നെ വായിച്ച് കേൾപ്പിച്ച് സംഭവങ്ങൾ നടക്കുകയല്ല ചെയ്യുന്നത്. അത് ഈ പ്രവാചകനായിരിക്കുന്ന, ദർശകനായിരിക്കുന്ന യോഹന്നാനെ കൊണ്ട് ആ പുസ്തകം തിന്നുവാൻ ദൈവം സമ്മതിക്കുക. അവന് കിട്ടിയ വലിയ ദൗത്യം എത്ര വലുതായിരുന്നറിയാമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ യേശുവിനെ സ്നേഹിച്ചാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന പദവി എത്ര വലുതാണെന്നറിയാമോ? യേശുവിനെ അക്ഷയമായി സ്നേഹിച്ച, അവൻ്റെ ഹൃദയത്തിൻ്റെ മാർവോട് ചേർന്ന് നിന്നിരുന്ന യോഹന്നാനാണ് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മർമ്മം മുഴുവൻ മനസ്സിലാക്കിയെടുക്കുവാൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലക്കയിലിരുന്ന ആ പുസ്തകം സകല വിഷയങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തി, ഭാവികാല സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന സകല കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ അവനത് തിന്നിട്ട് പ്രവചിക്കേണ്ട ഒരു ദൗത്യം അവന് കൊടുത്തു. ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കഥ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തോലൻ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ സ്നേഹിച്ച് ആ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവനും അവനോട് തിന്നുവാൻ കൽപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനും അവൻ ഭക്ഷിച്ച ശേഷമാണ് അവൻ ഓരോന്നായി രേഖപ്പെടുത്തുവാനിടയാത്തുന്നത്. ഇതാണ് 6ാമത്തെ കാഹളത്തിനും 7ാമത്തെ കാഹളത്തിനും ഇടയിൽ സംഭവിക്കുന്ന കാര്യം. ഈ ചെറുപുസ്തകം ഏതാകുന്നു എന്ന് ചോദിച്ചാൽ അത് പിതാവിൻ്റെ വലത് കൈയിലിരുന്ന പുസ്തകമാണ്. അതിൽ 7 മുദ്ര തുറക്കപ്പെട്ടു. 7 മുദ്രയും 7 കാഹളത്തിൽ 6 കാഹളവും അത് ധ്വനിക്കുവാനിടയെത്തീർന്നു. 7ാമത്തെ കാഹളം ധ്വനിക്കുമ്പോൾ പറയുക, ഇനി കാലമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 7ാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ ചൊല്ലി സത്യം ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയത്. അവിടെ പറയുകയാണ്, ഇനി കാലമുണ്ടാകുകയില്ല. എന്താണ് ഈ കാലമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ അവസാന പ്രവാചകനായ സ്നാപക യോഹന്നാൻ ലോകാവസാനത്തിൻ്റെ ആരംഭത്തിൽ വിളിച്ചു പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്നതായിരുന്നു. സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിപ്പാൻ വന്ന യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയതും അതേ കാര്യം തന്നെയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത വിശ്വസിപ്പീനെന്ന് വളരെ വ്യക്തമായ സന്ദേശം ലോകത്തോട് ദൈവത്തിന് അയക്കുന്ന ക്രിസ്തു അള്ളിച്ചുകൊണ്ടിടയാത്തീർന്നു. അപ്പോൾ സുവിശേഷ സന്ദേശമാണ് ലോകത്തോട് അള്ളിച്ചത്. ലോകാവസാനത്തിൻ്റെ അന്ത്യത്തിൽ സുവിശേഷത്തിൻ്റെ കാലം സമ്പൂർണമാക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇനി കാലം ഉണ്ടാകുകയില്ല എന്നിവിടെ ശക്തനായ ദൂതൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ കാലം തീരാൻ പോവുകയാണ്. അപ്പോൾ കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന് പറഞ്ഞു തുടങ്ങിയ ക്രിസ്തുയേശു പറഞ്ഞു തുടങ്ങിയ സുവിശേഷം കാൽവറിയിൽ അതവൻ പൂർത്തീകരിച്ചെടുത്ത് അവൻ്റെ പ്രവൃത്തി മുഖാന്തരമായി പറഞ്ഞും
പ്രവർത്തി കൊണ്ടുവന്നിട്ട് മാനവരക്ഷയുടെ സന്ദേശമായിരിക്കുന്ന സുവിശേഷത്തിന്റെ കാലം തീരാൻ പോകുന്നു. ഇനി കാലമുണ്ടാകുകയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കണം. ഒന്ന്, സുവിശേഷത്തിന്റെ കാലം. സകല ജാതികളോടും സുവിശേഷം അറിയിക്കും, അപ്പോൾ അവസാനം വരും. ഇന്ന് കാണുന്ന ലോക വ്യവസ്ഥിതി, ഭരണവ്യവസ്ഥിതി മാറിയിട്ട് നമ്മുടെ തമ്പുരാന്റെ കയ്യിലേക്ക്, യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് ലോകഭരണം മാറ്റപ്പെടാൻ പോകുന്നു. അതിനെ പറഞ്ഞിരിക്കുന്നത് ഇനി കാലമുണ്ടാകുകയില്ല എന്ന് പറയുന്നത്. ലോകാവസാനം അഥവാ അന്ത്യകാലം എന്ന പേരിൽ അറിയപ്പെടുന്ന യേശുക്രിസ്തു ഒന്നാം വരവിനും രണ്ടാം വരവിനും ഇടയിലുള്ള കാര്യങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ദൂതൻ അവിടെ വിളിച്ചു പറയുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ പൈശാചിക വർണ്ണം അസ്തമിക്കുകയും ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാക്കപ്പെടുവാനും പോകുന്നു. അപ്പോൾ കാലം തികഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിന്റെ കാലം തികഞ്ഞെന്ന് പറഞ്ഞ യേശു ഒന്നാമത്തെ വരവെങ്കിൽ അവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തികച്ചെടുക്കുവാൻ ലോകത്തിൽ വന്നു. അവന്റെ രക്തമുഖാന്തരമായി മനുഷ്യപാപത്തിന്റെ പരിഹാരം വരുത്തിക്കൊണ്ട് ന്യായപ്രമാണത്തിനോ പ്രവാചകന്മാർക്കോ നീക്കം വരുത്തുവാൻ കഴിയാതിരുന്ന മാനവഭാവത്തെ നീക്കിയിട്ട് മനുഷ്യന്മേൽ ദൈവപ്രവൃത്തി ഉണ്ടായപ്പോൾ സാത്താന്റെ അധീനതയിലായിരുന്ന മനുഷ്യനെ ദൈവം വിടിപ്പിക്കുമ്പോൾ സാത്താന്റെ ആധിപത്യത്തിന്റെ കാലം അവസാനിക്കുവാൻ തുടങ്ങി. ലോകാരംഭത്തിൽ സാത്താന്റെ വാഴ്ച, അവന്റെ ആധിപത്യം, മനുഷ്യന്റെ മേലുള്ള ആധിപത്യത്തെ ഇല്ലാതാക്കി തീർത്തത് കുഞ്ഞാടിന്റെ ജീവന്റെ രക്തം കൊണ്ടാണ്. അതാണ് സുവിശേഷം. സുവിശേഷത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവശക്തി കുഞ്ഞാടാം യേശുവിന്റെ തിരുരക്തമാണ്. ആ രക്തത്തിന്റെ ശക്തി മുഖാന്തരമുള്ള മാനവരക്ഷയുടെ പദ്ധതി പൂർത്തീകരിക്കാൻ പെടാൻ പോകുന്നു. അഥവാ സുവിശേഷത്തിന്റെ കാലം തീരാൻ പോകുന്നു. കഥ പറഞ്ഞു, സകല ജാതികളോടും സുവിശേഷം അറിയിക്കും, അപ്പോൾ അവസാനം വരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാലം ഇനി ഇല്ല എന്ന് പറഞ്ഞത് പൈശാചിക ഭരണത്തിന്റെ കാലം തീരുന്നു. അത് ദൈവം തന്റെ ഭരണം, ദൈവരാജ്യം, അക്ഷരികമായി ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. അതിൻ്റെ ആരംഭമിടുന്നതാണ് ഈ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ മുതൽ സംഭവിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന 3-ാം അധ്യായം 21-ാമത്തെ വാക്യം കൂടി വായിക്കുമ്പോൾ എന്നുവരെയാണ് യേശുക്രിസ്തുവിനെ സ്വർഗം കൈക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം അധ്യായം 21-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരുന്ന പ്രകാരമാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21-ാം വാക്യം, അതിൻ്റെ 21-ാം വാക്യം, ദൈവം ലോക ആരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും സദാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. എന്നുവരെയാണ് കർത്താവിനെ സ്വർഗം കൈക്കൊള്ളേണ്ടത്. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണ രണ്ടാമത്തെ വരെയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നവരെയും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഈ ദൂതൻ ഇറങ്ങി വന്ന് സ്വർഗീയ ആലോചന വെളിപ്പെടുത്തുക, ദൈവം തൻ്റെ പ്രവാചകന്മാരോട് പറഞ്ഞ്, അഥവാ യേശു ക്രിസ്തു തന്നെ ലോകത്തിൽ വന്ന് പറഞ്ഞു തുടങ്ങിയ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ട കഥ പറഞ്ഞു. അപ്പോൾ അവസാനം വരും. എപ്പോഴാണ് അവസാനം വരുന്നത്? സകല ജാതികളോട് സുവിശേഷം അറിയിക്കുമ്പോൾ. അപ്പോൾ സകല ജാതികളോട് സുവിശേഷം അറിയിക്കുന്ന കാലം സമീപിക്കുന്നു. കാലം തീരാൻ പോവുകയാണ്. കാലം അവസാനിക്കാൻ പോവുകയാണ്. അഥവാ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് സമാഗതമാകുന്നു എന്നുള്ളതിൻ്റെ വെളിപ്പാടാണ് ഇവിടെ ഈ ദൂതൻ വിളിച്ചു പറയുന്നത്. ഇനി കാലമുണ്ടാകുകയില്ല, ഇനി പൈശാചികാധിപത്യം ഉണ്ടാകത്തില്ല, അവൻ്റെ ഭരണം അസ്തമിക്കാൻ പോകുക. കർത്താവ് തൻ്റെ രാജ്യഭരണം ലോകത്തിൽ ആരംഭിക്കാൻ പോകുന്നു. അതേക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറപ്പെടുവാനിടയേറ്റതെന്ന് പത്രോസ് ഇതിനോട് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യവും പൂർത്തീകരിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അപ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം, അത് യേശു ക്രിസ്തു കഷ്ടം സഹിക്കണമെന്ന് പ്രവചിച്ച പ്രവചനം മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ അവൻ കഷ്ടം സഹിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതോടുകൂടി പൂർത്തീകരിച്ചു. പ്രവചനം നമ്മൾ വളരെ ശ്രദ്ധിക്കണം.
കഷ്ടം സഹിക്കുന്നു. ക്രിസ്തു കഷ്ടം സഹിക്കണമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ എല്ലാം തന്നെ ഒന്നാമത്തെ വരവിനോട് കൂടി പൂർത്തീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ പ്രത്യേകം വായിക്കുക, പ്രവാചകന്മാർ പ്രവചിച്ച എല്ലാ പ്രവചനവും നിവൃത്തിയായെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വചനം പ്രത്യേകിച്ച് പഠിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം അരുളി ചെയ്തത് ഇങ്ങനെ നിവർത്തിച്ചു. ആ പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ നിവർത്തിച്ചെന്നല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു കഷ്ടമനുഭവിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ അതുകൊണ്ടാണ് കർത്താവ് നിവൃത്തിയായെന്ന് പറഞ്ഞത്. പ്രവചനങ്ങളിലൂടെ പറഞ്ഞു വന്ന ആ പ്രവചനത്തിന് നിവൃത്തീകരണം പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കാലം കഴിഞ്ഞു, പുതിയ നിയമത്തിൻ്റെ കാലം ആരംഭിക്കുവാൻ വേണ്ടി യേശു ലോകത്തിൽ വന്നപ്പോൾ, കാൽവറിയിൽ പുതിയ നിയമം സ്ഥാപിതമാക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു നിവൃത്തിയായി. അഥവാ താൻ അനുഭവിക്കേണ്ട കഷ്ടം മുഴുവനും പ്രവാചകന്മാർ പറഞ്ഞ സകല കഷ്ടങ്ങളും അവൻ അനുഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് അത് കഷ്ടം സഹിക്കാൻ വേണ്ടിയാണ് യേശു വന്നെങ്കിൽ, രണ്ടാമത് കർത്താവ് വരുന്നത് രാജാവായിട്ട് വാഴുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാം കൂടി എല്ലാ പ്രവചനവും എടുത്തു വെച്ച് പഠിക്കരുത്, ഒരുമിച്ച് അത് അങ്ങനെ ഇങ്ങനെ പഠിക്കരുത്. ഓരോന്നും ഓരോ പ്രവചനത്തിൻ്റെ അതിനോടുള്ള ബന്ധത്തിൽ വേണം പഠിക്കാൻ. ക്രിസ്തു കഷ്ടം സഹിക്കുന്നതിനുള്ള ബന്ധത്തിൽ പഠിച്ചത് മുഴുവനും പ്രവചിച്ചത് മുഴുവനും കർത്താവ് ഒന്നാമത്തെ വരവിനുള്ള ബന്ധത്തിലാണ്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, മറഞ്ഞു കിട്ടേണ്ടതിന്, മാഞ്ഞു പോകേണ്ടതിന്, പാപങ്ങൾ മാഞ്ഞു പോകേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അവൻ കഷ്ടം സഹിച്ചത്. രാത്രി ക്രൂശിനെ നോക്കി നമുക്കൊരിക്കൽ കൂടി പറയാം, ആ കുഞ്ഞാടി, നീ ആ ക്രൂശിൽ തൂക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ പാപം ഒരിക്കലും മാഞ്ഞു പോകത്തില്ലായിരുന്നു. ഈ രാത്രി ഒരു തിരിഞ്ഞു നോട്ടം. ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. സമയം തീർന്നതുകൊണ്ട് ഞാൻ സന്ദേശം അവസാനിപ്പിക്കുക. 2000 വർഷം മുമ്പ് കാൽവറിയിൽ ഒരു ക്രൂശ് നാട്ടപ്പെടുവാനിടയെത്തുന്നു. അപ്പുറപ്പുറമായ 2 ക്രൂശുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 3 ആണികളിൽ തൂക്കപ്പെട്ട യേശുവിനെ രാത്രി തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാപം മാഞ്ഞത് മുഖാന്തരമായി നമുക്ക് ലഭിച്ച ആശ്വാസ കാലങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. രാത്രി എത്ര പേർക്ക് അവനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുവാൻ കഴിയും? ആ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി പറയാൻ, കർത്താവേ, ഞാൻ പാപഭാരത്താൽ വലഞ്ഞവനായിരുന്നു, ആശ്വാസമറ്റവനായിരുന്നു, ഒരു ഗതിയുമില്ലാത്തവനായിരുന്നു, ജീവിതത്തെക്കുറിച്ച് ഒരെത്തും പിടിയുമില്ലാത്തവനായിരുന്നു. എന്നാൽ അങ്ങയുടെ മുഖം ദർശിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആശ്വാസകാലം ലഭിച്ചു. നമ്മുടെ ആശ്വാസം, നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം തന്നത്, അതെ, നമ്മുടെ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ചുള്ള സന്തോഷം തന്നത് കുഞ്ഞാടാൻ ദൈവം അവൻ യാഗമായി തീർന്നതുകൊണ്ട്. അതേക്കുറിച്ചാണ് പ്രവാചകന്മാർ പ്രവചിച്ചത്. അവൻ കഷ്ടം അനുഭവിക്കുന്നത് ആശ്വാസകാലത്തിന് വേണ്ടിയാണ്. അതെ, ഇതുവരെ ആരെങ്കിലും അധ്വാനിത്താലും ഭാരത്താലും അധ്വാനിക്കുന്നവരും ഭാരപ്പെടുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറഞ്ഞ വചനം അപ്പോസ്തലനായ പത്രോസ് സ്തംഭസ്ഥാപിതമായി ശേഷമായി പറയുക. യേശു അന്ന് വിളിച്ചു പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. വെറുതെ പറഞ്ഞതല്ല, ഒരു ഭാരം മുഴുവനും ക്രൂശിൽ വഹിച്ചു. ഇപ്പോഴുള്ളത് ആശ്വാസകാലമാണ്. രാത്രിയിൽ അതെ ആശ്വാസകാലത്തിലായി തീരുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാലത്തിൽ, ഈ സുപ്രസാദ കാലത്തിൽ, സുവിശേഷത്തിൻ്റെ കാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ, അതെ ആശ്വാസത്തിൻ്റെ കാലത്തിൽ, ദൈവത്തിൻ്റെ ആശ്വാസകാലങ്ങൾ അനുഭവിച്ച് നാം ആയിരിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, ഈ കാലം തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ കർത്താവിനെ, മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായി യേശുവിനെ അയക്കുകയും ചെയ്യും. ആശ്വാസകാലത്തിൽ ദൈവം ആശ്വാസം നൽകുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് കുഞ്ഞാടിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് രാത്രി നമുക്ക് പറയാം, എൻ്റെ പാപം മാഞ്ഞു കിട്ടി, ഞാൻ വിശുദ്ധനായി തീരുവാൻ കൃപ ദൈവം എനിക്ക് തന്നു. അവനെ നോക്കിയത് കൊണ്ടാണ് എൻ്റെ പാപം മാഞ്ഞു പോയത്. കഥ പറഞ്ഞു, നിന്റെ പാപത്തെ കടിഞ്ഞുപ്പായിരുന്നാലും
അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. നമ്മെ ഹിമം പോലെ വെളുപ്പിച്ച് നമ്മുടെ ഭാരമെല്ലാം മാറ്റി പഞ്ഞി പോലെ ആക്കി തീർത്താം ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഭാരമെല്ലാം മാറ്റി ആശ്വാസകാലം തന്നിരിക്കുന്ന നാസനായിരിക്കുന്ന യേശുവിനെ കുറിച്ച് അവൻ കഷ്ടം സഹിക്കണമെന്നുള്ളത് നമ്മുടെ ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു. പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം മുഴുവനും ക്രിസ്തുവിൽ നിവൃത്തീകരിക്കപ്പെട്ടു, കഷ്ടതയെക്കുറിച്ചുള്ളത്. അതിനുശേഷമായ ആശ്വാസകാലങ്ങളുണ്ട്. പറയുകയാണ്, നിങ്ങളുടെ വീണ്ടെടുപ്പനായിരിക്കുന്ന യേശുവിനെ അയക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനെ അയക്കണമെങ്കിൽ ആ രണ്ടാമത്തെ വരവിനെയുള്ള ബന്ധത്തിൽ അവൻ രാജാവായി വരുന്നതിന് മുമ്പായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് യഥാസ്ഥാനപ്പെടണം. എങ്കിൽ അതുവരെയും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ അത് ആ കാലമായി ആ മർമ്മം പറയുകയാണ്, അവൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. അഥവാ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രവചിച്ച, ലോക ആരംഭം മുതൽ ഹാനോക്ക് മുതൽ പ്രവചിച്ച പ്രവചനം നിവൃത്തിയാകാൻ പോകുന്നുവെന്നാണ് ദൂതൻ അവിടെ വിളിച്ചു പറഞ്ഞത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിവൃത്തിയായെങ്കിൽ, ദൈവസഭയുടെ ബന്ധത്തിൽ മധ്യാകാശവരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയായെങ്കിൽ, അവനെക്കുറിച്ച് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യവും നിവൃത്തിയാകുമെന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനെ വിരാമപ്പെടുന്നു. ദൈവമായ കർത്താവ് നമുക്ക് അതിന് ആശ്വാസകാലത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്നും ഈ രാത്രിയിൽ ആരെങ്കിലും ആശ്വാസമില്ലാത്തവരാണെങ്കിൽ, അതേ ഭാരത്താൽ വലയുന്നവരാണെങ്കിൽ, നമ്മളോട് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പാപങ്ങൾ മാഞ്ഞു കിട്ടുവാൻ കാരണമാറ്റുന്നത് ക്രൂശിലേക്ക് നോക്കി മാനസാന്തരപ്പെട്ടതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് വേണ്ടി കർഷക സഹിതം നമ്മുടെ ഭാരം വഹിച്ചവനെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ഇത് രാത്രി പറയാം, കർത്താവേ, എൻ്റെ ഭാരം മുഴുവൻ ഞാൻ അങ്ങയുടെ ചുമലിലിടുകയാ. എൻ്റെ രോഗം, എൻ്റെ വേദന, എൻ്റെ ഭാരം, എൻ്റെ തലമുറകളെക്കുറിച്ചുള്ള എല്ലാ ആദികളും വ്യാധികളും എല്ലാ വിഷയങ്ങളും അങ്ങയുടെ തോളിന്മേൽ ഞാൻ ഇടുകയാ. എന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തിൻ്റെ കാലം, പരിശുദ്ധാത്മാവിൻ്റെ കാലം ആയിരിക്കുക. ഇന്ന് രാത്രി നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ ഇടയിലൂടെ വ്യാപരിക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട്, അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നതായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, അവൻ പ്രവാചകന്മാർ പറഞ്ഞൊരു ആശ്വാസകാലം വരുമെന്ന് നമ്മുടെ കർത്താവ് മുഖാന്തരമായി നമുക്ക് തന്നിരിക്കുന്ന ആശ്വാസത്തിലേക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്ന ആശ്വാസം ഇല്ലാതിരുന്ന, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പലതും ചെയ്തിട്ടും മനുഷ്യന് മാറ്റമില്ലാതിരുന്ന, ആശ്വാസം ലഭിക്കാൻ സന്തോഷിക്കാൻ വകയില്ലാതിരുന്നപ്പോൾ കൈതട്ടി നാം പാട്ടുപാടുന്നത്, സന്തോഷത്തോടെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത്, പ്രത്യാശയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് ലഭിച്ച ആശ്വാസത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്. അതുകൊണ്ട് നമ്മെ തളർത്തുവാൻ ശ്രമിക്കുന്ന സകല പോരുകളെയും ഇന്ന് രാത്രിയിൽ നാം പരിച്ചെറിഞ്ഞു കളഞ്ഞുകൊണ്ട് കുഞ്ഞാടിന്റെ മുഖത്തേക്ക് നോക്കി പറയാം, അതേ, അങ്ങയുടെ മുഖത്ത് നിന്ന്, ആ സമ്മുഖത്ത് നിന്ന് എൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ ദിവസങ്ങളിൽ അതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ആശ്വാസത്തിന്റെ കാലം നൽകുവാൻ പോകുന്നു എന്നുള്ളതിനായി സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ 6-ാമത്തെ കാഹളത്തിനും 7-ാമത്തെ കാഹളത്തിനും ഇടയിലുള്ള സമയത്തിന്റെ പരിധിക്കുള്ളിൽ സ്വർഗത്തിൽ തുറന്നിരിക്കുന്ന ആ പുസ്തകം, അത് ദൂതന്റെ കൈവശം ഭൂമിയിലേക്ക് കൊടുത്തു വിട്ടിട്ട് ആ പുസ്തകം അത് വാങ്ങി തിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ വേണ്ടിയാണ് യോഹന്നാനെ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൗമിക മണ്ഡലത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നത് എന്നാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ചത്. അതേക്കുറിച്ച് തുടർന്ന് ഈ പുസ്തകം തിന്നുമ്പോഴുള്ള പ്രത്യേകത എന്താണ് എന്നുള്ള വിഷയം, 3-ാമത്തെ കഷ്ടമാകുന്ന 7-ാമത്തെ ദൂതൻ ഊതുമ്പോഴുള്ള വിഷയങ്ങൾ എന്താകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം, വരുന്ന ആഴ്ചയിൽ ചിന്തിക്കാം. അതുവരെയും ദൈവമായ കർത്താവ് വിരിക്കപ്പെട്ട ചെറിയ മറവിൽ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. നിരാത്തിൽ ആശ്വാസത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചതിനായി എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തോട് പറയാം, കർത്താവേ, നീ എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് എൻ്റെ രോഗത്തിന് വേണ്ടിയാ, എൻ്റെ പാപം മാറാൻ വേണ്ടിയാ, എൻ്റെ ശാപം നീങ്ങാൻ വേണ്ടിയാ, എൻ്റെ പ്രതിസന്ധി മാറാൻ വേണ്ടിയാ. ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാഞ്ഞു പോകേണ്ടതെല്ലാം മാഞ്ഞു പോകും. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കും. ആശ്വാസത്തിന്റെ സന്ദേശം കർത്താവ് നമുക്ക് നൽകിയിരിക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. നമ്മുടെ സന്തോഷവും ആശ്വാസവും നഷ്ടപ്പെട്ടു പോകുവാൻ ഒരു നാളും ദൈവം സമ്മതിക്കുകയില്ല. ആശ്വാസത്തിന്റെ ദൂതനായി, ആശ്വാസത്തിന്റെ കരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുന്നു. അതിനായി ഒരുക്കപ്പെടാം. പരിശുദ്ധാത്മാവിന്റെ വചനത്തോടെ മുന്നേറുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൂത് കൈമാറിക്കൊണ്ട്
വചനത്തിൻ്റെ ഈ പഠനത്തിന് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.